ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഓട്ടോ ഷോയിലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന ഒരു ഹൈടെക് ഓട്ടോ സ്കിൽ ഡെവലപ്മെൻറ്റ് അക്കാഡമിയെക്കുറിച്ച് അറിഞ്ഞായിരുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഒരുപാട് ഡെവലപ്പ് ആയിരിക്കുകയാണ്. അതായത് നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞൊരു നല്ല ഇൻകം സോഴ്സ് പോലും നമുക്ക് ഈ ഒരു ഓട്ടോമൊബൈലിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അത് ചെറിയ കാര്യമൊന്നുമല്ല, ഒരു വലിയ കാര്യമാണ്. ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ട വ്യക്തിയാണ്. ഹായ് നമസ്കാരം. ഹായ് ജഗദീഷ് സിംഗ്. ഓക്കെ, ജഗദീഷ് സിംഗിനെ ഞാൻ പരിചയപ്പെട്ടു. ഇവിടെ പുള്ളിക്കാരനുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവിടുത്തെ ഒരു ടെക്നോളജി, കാരണം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പോലും ECM റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു സാധാരണ വാഹനങ്ങളിലെല്ലാം ഇപ്പോൾ വരുന്നൊരു മൊഡ്യൂളാണ് നമ്മൾ ഈ കാണുന്ന ഒരു ECM എന്ന് പറയുന്നത്. ഈ ഒരു ECM ഒക്കെ റിപ്പയർ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും പാടുള്ള കാര്യമാണ്. പക്ഷേ വളരെ സിമ്പിളായിട്ട് ഇത് ഇവർ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ECM മാത്രമല്ല, നിങ്ങൾക്ക് താഴെ കാണുന്ന ഇലക്ട്രിക് വാഹനത്തിൻ്റെ എല്ലാം യൂണിറ്റ്സ്, അതായത് ICസും അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു PCB ബോർഡ്സും കാര്യങ്ങളൊക്കെ റിപ്പയറിങ് പോലും ഇവർ വളരെ സിമ്പിളായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇതെങ്ങനെയാണെന്നല്ലേ, നമുക്കിതിനകത്ത് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ബുക്കുകളുണ്ട്. അതായത് ഒരു 3-4 ബുക്കുകൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതിനകത്ത് ബേസിക് ഓഫ് മെക്കട്രോണിക്സ് എന്ന് പറഞ്ഞ് നമുക്ക് ഇലക്ട്രോണിക്കിൻ്റെ കാര്യങ്ങളെല്ലാം ECM റിപ്പയർ ട്രെയിനിങ് സെൻറ്റേഴ്സാണ്. ഇതിനകത്ത് വളരെ ഇലക്ട്രിക്കൽ വയറിങ്സ് കംപ്ലീറ്റ് ഇതിനകത്ത് നമുക്ക് അറിയാൻ സാധിക്കും. ഇസ്മേ ഹിന്ദി ഓർ ഇംഗ്ലീഷ് ബി രണ്ടും ഉണ്ട്, അതായത് ഹിന്ദി ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. फिर इसमें वो CD भी है, CD और वीडियोस भी. इसमें वीडियोस है, इसमें QR कोड है, उसके थ्रू आप लोग वीडियो देख सकते हैं. യെസ്, അപ്പോൾ അതായത് ഇതിനകത്തൊരു 8-9 വീഡിയോകളും ഉണ്ട്. അത് QR കോഡ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാൻ സാധിക്കും. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ECMും ECU റിപ്പയർ ബുക്കുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അതും കാറും ട്രക്സിൻ്റെ എല്ലാം ഉണ്ട് ഇതിനകത്ത്. 2 വീലേഴ്സിൻ്റെ ഇതിനകത്ത് സബ്കായി 3 വീലേഴ്സും 2 വീലേഴ്സിൻ്റെ എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കുറച്ചെങ്കിലും ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ടെക്നീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇത് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇമ്മൊബിലൈസർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിനൊക്കെ സ്റ്റാർട്ടാകാതെ വരുന്ന പ്രശ്നങ്ങളും കീയുടെ വാർണിംഗ് ലൈറ്റ്സ് ഒക്കെ ബ്ലിങ്ക് ചെയ്യുന്ന സമയത്തും ഇത് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബുക്കിൽ ഇവർ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതുകൊണ്ട് തീരുന്നില്ല. അതുപോലെ തന്നെ OBD സ്കാനേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇതിനകത്ത് എല്ലാം കാര്യങ്ങളും, അതായത് കീ രജിസ്റ്റർ ചെയ്യുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ECM കംപ്ലയിൻറ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ചെയ്യുന്നത് തന്നെ റിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് അത് വാഹനത്തിൽ വെച്ചാണ് ചെക്ക് ചെയ്യുന്നത്. പക്ഷേ ഇത് വാഹനത്തിൽ വെക്കാതെ തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ECM ടെസ്റ്റിംഗ് യൂണിറ്റും കൂടി ഇവിടെ വരുന്നുണ്ട്. അതായത് ECM ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ ഫുൾ ഡാറ്റാസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഓരോ ഇഞ്ചക്ടേഴ്സിലോട്ട് വരുന്ന ലൈൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഒരു 6 സിലിണ്ടർ വരെ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. കാരണം 6 വരെ കൊടുത്തിട്ടുണ്ട്. 1, 2, 3, 4, 5 and 6 ഇഞ്ചക്ടേഴ്സിൻ്റെ വർക്കിംഗ്, അതായത് ഒരു 6 സിലിണ്ടേഴ്സിൻ്റെ ഒക്കെ നമുക്കിവിടെ അറിയാൻ സാധിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും, ചെക്ക് എഞ്ചിൻ്റെ ലൈറ്റ് ഉണ്ടോ, സെക്യൂരിറ്റി ലൈറ്റ് ഉണ്ടോ, ഫ്യൂൽ ലൈറ്റ് ഉണ്ടോ, ഫാൻ റിലേ ഓക്കെ ആണോ, ISC വാല്യൂവിൻ്റെ എങ്ങനെയുണ്ട്, ബോഷ് പമ്പിൻ്റെ എങ്ങനെയുണ്ട്, മെയിൻ റിലേ, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ അറിയാൻ സാധിക്കും. അതായത് ഒരു വാഹനത്തിൻ്റെ ആവശ്യമില്ല, വാഹനമില്ലാതെ തന്നെ ഇവിടെ വെച്ച് ചെക്ക് ചെയ്യാനുള്ള പ്രൊസീജിയർ ഉണ്ട്. അത് മാത്രമല്ല, ഇവർ പലർക്കും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. യു പ്രൊവൈഡ് ട്രെയിനിങ് ഫോർ training in electrical, ECM, ECU repair training also. Mechanical, yes. For I think you are giving for government sector also. Yes, right? Yes. Okay, government sectors and all. ഇപ്പോൾ ഇവർ ഗവൺമെൻറ് സെക്ടേഴ്സിനും കാര്യങ്ങൾക്കെല്ലാം ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം if someone wants to know more, what can you give me your contact number or something which I can give for the viewers and all? കോൺടാക്ട് നമ്പർ. ഓക്കെ. അപ്പോൾ ഞാൻ ഇവരുടെ കോൺടാക്ട് നമ്പർ കൂടി ഈ വീഡിയോയിൽ ഒന്ന് ആഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ഇവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം. ഈ കൊടുത്തിരിക്കുന്ന നമ്പറിലെ ആളെ വിളിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തിരക്കാൻ സാധിക്കുന്നതായിരിക്കും.